അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹദീസ് പഠനത്തിലൂടെ ദിവസം നമുക്ക് പുതിയ ഒരു അറിവ് നേടാം എന്ന വിഷയത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അറിവ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ കുറഞ്ഞ 5 മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ട് ഒരു അറിവ് കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകളുടെ കൂട്ടത്തിൽപ്പെട്ട വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് നാം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഹദീസ്. നേരത്തെ നാം പറയുകയുണ്ടായി അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ. ആ ഹദീസിൽപ്പെട്ട ഒരു ഹദീസാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, قال للنبي صلى الله عليه وسلم لا تحقرن من المعروف شيئا ولو أن تلقى أخاك بوجه طليق لا تحقرن. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ. നന്മയിൽ നിന്ന് ഒന്നും നീ കുറച്ചു കാണിക്കണ്ട. ലാ തഹ്ഖിറന്ന, തീർച്ചയായും നീ നിസ്സാരമാക്കണ്ട എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. കുറച്ചു കാണിക്കണ്ട. നന്മയിൽ നിന്ന് ശൈഅൻ, ഒന്നിനെ. നല്ല പ്രസന്നമായ മുഖത്തോടുകൂടെ നിന്റെ സഹോദരനെ കണ്ടുമുട്ടലാണെങ്കിലും ശരി, ആ നന്മ. അപ്പോൾ ലാഹിക്കായ, പുഞ്ചിരിക്കുന്ന, സന്തോഷമുള്ള ഒരു മുഖവുമായി തന്റെ സഹോദരനായ ഒരു മുസ്ലിമിനെ അഭിമുഖീകരിക്കുക എന്നതിൽ തന്നെ പുണ്യമുണ്ട് എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. കാരണം ലിമാ ഫീഹി മിൻ ഈനാസിൽ അഖിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യനിക്ക് ഒരു സന്തോഷം, ഈനാസ് നൽകലുണ്ട്. വദഫിൽ ഈഹാശി അൻഹു, അവനെ തൊട്ട് ഒരു ടെൻഷൻ, ഒരു പ്രയാസം നീക്കലുണ്ട്. വജബരി ഖാതിരിഹി, അവന്റെ ഹൃദയത്തിലുള്ള പ്രയാസങ്ങളെ പരിഹരിക്കലുണ്ട്. വബിദാലിക യഹ്സുലു തഗ്ലീഫുൽ മത്ലൂബു ബൈനൽ മുഅ്മിനീൻ, ഇതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ഇടയിൽ മത്ലൂബായ ഒരു ഇണക്കമുണ്ട്. മുസ്ലിമീങ്ങൾ പരസ്പരം ഒരു ഇണക്കം ഉള്ളവരായിരിക്കണം. ഏത് സമയത്തും പരസ്പരം സംഘടന ഉണ്ടാക്കുന്നവർ, സാര കാര്യത്തിന് വേണ്ടി ഏറ്റുമുട്ടുന്നവരാവാൻ പാടില്ല എന്നതിലേക്കാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. രാഷ്ട്രീയമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പറയാറുണ്ട്, വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അഥവാ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോവാൻ സാധ്യതയുള്ള ചില പദങ്ങൾ നമ്മുടെ ഈ നാട്ടിലുള്ള ഈ മാപ്പിളമാരും മുസ്ലിങ്ങൾ, അവരെക്കാൾ നല്ലത് പിന്നെ ചില വിഭാഗം ആളുകളാണ് എന്ന് മുസ്ലിം അല്ലാത്ത ചില ആളുകളെ പേരെടുത്തുകൊണ്ട് പറഞ്ഞാൽ, ശറഉൽ അഖായിദ പോലെയുള്ള കിതാബിന്റെ അഖീദയുടെ വിശ്വാസപരമായ കാര്യങ്ങൾ വിവരിക്കുന്ന കിതാബിലൊക്കെ കാണാം, ജൂതന്മാരാണ് നല്ലത് മുസ്ലിങ്ങളെക്കാൾ എന്ന് ഒരാളുടെ മനസ്സിൽ ഒരാൾ വിശ്വസിച്ചാൽ, അവൻ മനസ്സിൽ അങ്ങനെ മനസ്സിലാക്കിയാൽ അത് ദീനിൽ നിന്ന് തന്നെ അവൻ നീങ്ങിപ്പോവാനുള്ള കാരണത്തിലേക്ക് എത്തിപ്പെടുന്നതാണ്. ഇതുപോലെ പല ആളുകളും പറയാറുണ്ട്,
അഹ്ലുൽ ബൈത്തിൽപ്പെട്ട മഹാന്മാരായ സയ്യിദന്മാര് അവർ ചിലപ്പോ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിലപ്പോ നേതൃത്വം നൽകുന്നുണ്ടാവാം. പക്ഷേ അഥവാ വളരെ മുസ്ലിങ്ങളായ വളരെ നിന്ദ്യരായ ഏതെങ്കിലും ആളുകളോട് സാദൃശ്യമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെക്കാൾ മോശപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരം, അതൊക്കെ നമ്മുടെ ഈമാനിനെ തന്നെ തകരാറാക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുന്ന വിഭാഗത്തിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഈ ഹദീസ് ഉൾക്കൊള്ളുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെ, പദങ്ങളെ സൂക്ഷിക്കുകയും ഇത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും നന്മ നാം ഉപേക്ഷിക്കാൻ പാടില്ലെന്ന് പ്രേരിപ്പിക്കുകയുമാണ് ഈ ഹദീസിലൂടെ പ്രവാചകർ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.